വെൽക്കം ടു ടാലി ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും ടോപ്പിക്കാണ്. ഹൗ ടു ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ടാലി പ്രൈം, അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ദെൻ കമ്പനി ക്രിയേഷൻ ആൻഡ് കസ്റ്റമൈസേഷൻ, പ്രൈമറി വിൻഡോ ഓഫ് എ കമ്പനി, കമ്പനി ഫീച്ചേഴ്സ് ആൻഡ് ടാലി കോൺഫിഗറേഷൻ, ടൈപ്പ് ഓഫ് കമ്പനി ഇൻ ടാലി, ലെഡ്ജർ ആൻഡ് ഗ്രൂപ്പ്, ledger creation, display and editing in tally, stock or inventory creation, display and editing in tally, recording of business transaction in tally, GST in tally prime, tally reports. പിന്നെ ഒരുപാട് കണ്ടന്റുകൾ ഇതിന് ശേഷം വീണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, GCC VAT, TDS, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ, കോസ്റ്റ് സെൻറ്റർ, വെയർ ഹൗസ്, ഇങ്ങനെ ഒരുപാട് എക്സ്ട്രാ ടോപ്പിക്കുകൾ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയർ നമ്മളെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഹൗ ടു ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ടാലി പ്രൈം. അതിനാദ്യം നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ ജസ്റ്റ് ടാലി ഡൗൺലോഡ്സ് അല്ലെങ്കിൽ ടാലി സൊല്യൂഷൻ എന്നടിച്ചു കൊടുക്കുക. ടാലി സൊല്യൂഷൻ, ടാലിയുടെ ടാലി കമ്പനി, ടാലി സൊല്യൂഷൻ. അതിൽ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ടാലിയുടെ ലേറ്റസ്റ്റ് വേർഷൻ കാണാൻ പറ്റും. ടാലി പ്രൈം 4.1, ടാലി പ്രൈം 4.1 ഡൗൺലോഡായി. നമ്മൾ ആ സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു, എസ് കൊടുക്കുന്നു. അപ്പോൾ ടാലിയുടെ ഇൻസ്റ്റാളേഷൻ സ്ക്രീൻ വരും. അതിൽ മറ്റു കാര്യങ്ങളും കോൺഫിഗറേഷൻ തൽക്കാലം ചെയ്യേണ്ട, ഇൻസ്റ്റാൾ കൊടുക്കുക. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എവിടേക്ക്, ഏത് ഡ്രൈവിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഡിഫോൾട്ടായിട്ട് C ഡ്രൈവിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഡ്രൈവ് മാറ്റണമെങ്കിൽ കോൺഫിഗർ ചെയ്യാം. കോൺഫിഗറേഷൻ വന്നിട്ട് ഡ്രൈവ് മാറ്റാനൊക്കെ ഇതിൽ സാധിക്കും കേട്ടോ. ചേഞ്ച് ചെയ്യേണ്ട, ഡയറക്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇതാകെ 80 100 താഴെ MB ഇതിൻ്റെ ഫയലുള്ളൂ കേട്ടോ. 100 താഴെ MB വരുന്ന ഫയലാണ്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. സ്റ്റാർട്ട് ടാലി പ്രൈം. ആക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ ടാലി ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി ഇത് എഡ്യൂക്കേഷൻ മോഡായിട്ടാണോ ഉപയോഗിക്കുന്നത് അതോ ബിസിനസ് പർപ്പസിനാണോ ഉപയോഗിക്കുന്നത്? ടാലി ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് ട്രയൽ വേർഷനായിട്ട് ഉപയോഗിക്കാം, പിന്നെ ഫുൾ ഓപ്ഷൻ കിട്ടുന്ന രീതിയിൽ ഒറിജിനൽ വേർഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ അക്കൗണ്ട്സ് ക്യാമ്പസിലെ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് ഒറിജിനൽ വേർഷനാണ്, ടാലിയുടെ ഒറിജിനൽ വേർഷനാണ്. അത് സിംഗിൾ യൂസർക്ക് ഒരു 23,000 വരും ചാർജ്. അതേപോലെ മൾട്ടി യൂസർ ആണെങ്കിൽ 64 അല്ലെങ്കിൽ 60,000 വരും. അപ്പോൾ നമ്മളിവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ടാലിയുടെ ഒറിജിനൽ വേർഷനാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യണം. എഡ്യൂക്കേഷൻ വേർഷൻ ആണെങ്കിൽ ആക്ടിവേഷൻ ഉണ്ടാവില്ല, പക്ഷേ ചില പരിമിതികളുണ്ട് ഈ എഡ്യൂക്കേഷൻ മോഡ് ഉപയോഗിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അക്കൗണ്ട്സ് ക്യാമ്പസിലെ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് ടാലിയുടെ ഒറിജിനൽ വേർഷനാണ്. ഇനി ആ എഡ്യൂക്കേഷൻ വേർഷനും ടാലിയുടെ ബിസിനസ് വേർഷനും അത് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ നെക്സ്റ്റ് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൾറെഡി ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്, അതൊന്ന് റീആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ടാലിയുടെ നെറ്റ് ID ടൈപ്പ് ചെയ്യണം. പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. നമ്മുടെ ടാലി ആക്ടിവേറ്റഡ് ആയി. തൽക്കാലം നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ മോഡ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ടാലി എഡ്യൂക്കേഷൻ മോഡാണോ അതോ ഒറിജിനൽ ടാലി ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടെ മുകളിൽ കണ്ട ടാലി പ്രൈം ഗോൾഡ് എന്നാണ്. അത് ഒറിജിനൽ ടാലി ആണെങ്കിൽ സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് വരും. സിൽവർ എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസർ, ഗോൾഡ് എന്ന് പറഞ്ഞാൽ മൾട്ടി യൂസർ. അതല്ല ട്രയൽ വേർഷൻ ആണെങ്കിൽ എജു എന്നുണ്ടാവും, എഡ്യൂക്കേഷൻ മോഡ് എജു എന്നുണ്ടാവും കേട്ടോ. ടാലി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയലും ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്.